ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഷോപ്പിൽ നിന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ എഥനോൾ E20 പെട്രോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ള കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ വീഡിയോ എടുത്ത്. അപ്പോൾ അതിൻ്റെ ടാങ്കിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പെട്രോളിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ എഥനോൾ അലൂമിനേറ്റ് കാർബറേറ്റർ പോലുള്ള വസ്തുക്കളിൽ അലൂമിനേറ്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അത് റിയാക്ഷൻ നടന്നിട്ട് ഈ കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് എന്താ പറയുക ഒരു ചോക്ക് പൊടി പോലത്തെ ഒരു പൗഡറായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരിക, ദ്രവിച്ച് വരിക കാർബറേറ്ററിൻ്റെ ഉൾഭാഗം. ഓക്കെ, ഈ ഒരു പ്രശ്നമാണ് വരിക. ഈ രീതിയിൽ കാർബറേറ്റർ ദ്രവിച്ചു പോകുന്ന കാർബറേറ്ററിനുള്ളിൽ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ മാറും. ഈ ഹോൾസിൻ്റെ ചെറിയ ചെറിയ ഹോൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പെട്രോളും എയറും ഒക്കെ കയറുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ മാറിപ്പോണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും കാർബറേറ്റർ. അപ്പോൾ ഈ അതിനുള്ള പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. ഈ ഒരു രീതിയിലെ ചോക്ക് പൊടി പോലത്തെ ഒരു പൗഡറായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരിക കാർബറേറ്ററിൻ്റെ അലൂമിനിയം കേസുകൾ. അതായത് അലൂമിനിയം ഇതിനോട് വഴി കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടാകുന്നൊരു ബൈ പ്രൊഡക്റ്റാണ്. അതായത് അലൂമിനിയം എത്തോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ. അതായത് ഈ ഒരു സാധനം ഉണ്ടാകുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകും, ഇതിൻ്റെ കൂടെ ഫോം ചെയ്യും. അപ്പം അത് പുറത്തോട്ട് പോകും. ഈ ഒരു രീതിയിൽ നമ്മളെ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ കുറച്ചുകൂടി യൂസേജ് കിട്ടുമായിരിക്കും. അല്ലാത്ത പക്ഷം പെട്ടെന്ന് തന്നെ ഡാമേജ് ആകും, ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്യുക.